ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ, കെയ്ൻസിൻ്റെ മറ്റൊരു തിയറിയാണ്. അല്ലെങ്കിൽ AS ആൻഡ് AD ഫംഗ്ഷൻ എന്ന് പറയും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. അതുമല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് പറയും എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയും. എഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് income determination in an economy, how employment is created with the help of income, or how income is related to employment and employment is related to income because of these two factors, AD and AS function, together known as effective demand. But this demand theory or effective demand theory developed by Keynes is on the basis, അയാളുടെ പുസ്തകത്തിൻ്റെ പേരൊക്കെ അറിയാമല്ലോ, എപ്പോഴും ഓർത്തിരുന്നോണം, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അതിൻ്റെ അത് തന്നെ മൂന്നും മണി തന്നെയാണ്. ഏതാ? എംപ്ലോയ്മെൻറ്റ്, അതെവിടെ നിന്നുണ്ടാകുന്ന? പണത്തിൽ നിന്നുണ്ടാകുന്ന. ഇൻട്രസ്റ്റ് ആൻഡ് മണി, എല്ലാം മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പ്യുവർലി മോണിറ്ററി തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാ? പിന്നെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിലെല്ലാം ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ AD/AS ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ഡെവലപ്ഡ് ബൈ കെയ്ൻസ് ഓൺ ദ ബേസിസ് ഓഫ് JB സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. നിങ്ങൾ കേട്ട് കാണും JB സേ. അതായത് ക്ലാസിക്കൽ തിയറിയിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു JB സേ, ജീൻ ബാപ്റ്റിസ്റ്റ് സേ എന്നാണ് ഫുൾ നെയിം. ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതായത് സപ്ലൈ ഓഫ് എവരി കമോഡിറ്റി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഏത് സാധനങ്ങളുടെ സപ്ലൈ മാർക്കറ്റിലെത്തിയാൽ ആ സപ്ലൈക്ക് ആനുപാതികമായിട്ട് ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അതിനെ ക്രിട്ടിസൈസ് ചെയ്തു കെയ്ൻസ്. അപ്പോൾ കെയ്ൻസ് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സപ്ലൈ ബട്ട് ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അല്ല, പിന്നോ ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ. അതായത് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, ആ ഡിമാൻഡിനെ ബേസ് ചെയ്താണ് സപ്ലൈ വരേണ്ടത്. പക്ഷേ സെയ്സ് ലോയിൽ സേ പറഞ്ഞ എന്താ? JB സേ പറഞ്ഞ എന്താ? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അത് തെറ്റാണ് സേ, അങ്ങനല്ല, ഞാൻ പറയാം ശരി എന്നും പറഞ്ഞുകൊണ്ട് കെയ്ൻസ് വരികയാണ്. കെയ്ൻസ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സപ്ലൈ ബട്ട് ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഡിമാൻഡിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കെയ്ൻസ് കൊടുത്തത്. നേരെ മറിച്ച് JB സേ കൊടുത്ത സപ്ലൈക്ക്. അയാളുടെ തിയറിയുടെ പേരെന്താ? സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് ഓർത്തോണം, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. അയാൾ പറഞ്ഞ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതാണ് സേയുടെ ലോ ഓഫ് മാർക്കറ്റ്. അതിൻ്റെ ബേസിൽ അത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് സിവിയർലി ക്രിട്ടിസൈസിങ് ക്ലാസിക്കൽ തിയറി ബൈ Keynes and introducing the new terms, that is effective demand, aggregate demand or aggregate supply, etc. Then what is aggregate? അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ് ഡിമാൻഡ് മീൻസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ് ആൻഡ് ഓൾസോ ഫ്രം നെറ്റ് എക്സ്പോർട്ട്. ഇതെല്ലാം അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തിൽ എന്തൊക്കെ വരും? ഹൗസ് ഹോൾഡ് ഡിമാൻഡുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡുണ്ട്, കൂടാതെ നെറ്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അപ്പോൾ വിദേശത്തു നിന്നുള്ള പണവും വരും. ഇതെല്ലാം അതിൻ്റെ അകത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിമാൻഡ് ഓർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആരൊക്കെ? ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ് ആൻഡ് ഫേംസ് എക്സെട്ര, പ്ലസ് നെറ്റ് എക്സ്പോർട്ടും അതിൻ്റെ അകത്ത് വരാം. അപ്പോൾ അങ്ങനെയുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ സൈഡാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കംപ്ലീറ്റ്ലി എൻറ്റർഡ് ദ മാർക്കറ്റ് ഈസ് കോൾഡ് അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ മീൻസ് ടോട്ടൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറൈവ്ഡ് ഇൻ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എത്തിയിട്ടുള്ള കംപ്ലീറ്റ് സപ്ലൈയും. അപ്പോൾ ആ ഡിമാൻഡിന് ആനുപാതികമായിട്ട് എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ ആ മാർക്കറ്റിൽ വന്നിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് അഗ്രിഗേറ്റ് സപ്ലൈ. ദാറ്റ് ഈസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഓൾസോ സേവിങ് റിലേറ്റഡ് ടു അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തിൽ എന്തൊക്കെയുണ്ട്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ്. അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, പിന്നെ ഫേംസ്, ഇവരുടെ എല്ലാം ഡിമാൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസിനെ വിളിക്കുന്ന
പേരാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇനിയും ടോട്ടൽ സപ്ലൈ അറൈവ്ഡ് ടു ദ മാർക്കറ്റ്, ടോട്ടൽ സപ്ലൈ എൻറ്റേർഡ് ദ മാർക്കറ്റ്, എവിടെ നിന്നൊക്കെയാണ്? ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, ഇവരെല്ലാം കൊണ്ടുവരുന്ന കമ്മോഡിറ്റിയെ അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസിനെ വിളിക്കുന്ന പേരാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ഇത് രണ്ടും ഓർത്തിരുന്നോണം, അഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്കോണമിയിൽ നമുക്ക് വേണ്ടത് എംപ്ലോയ്മെൻറ്റാണ്, മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ബോത്ത് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ടുഗദർ ഡിറ്റർമിൻഡ് ബൈ AD ആൻഡ് AS. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടെ ചേരുമ്പോഴാണ് ഒരു എക്കോണമിയിൽ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, മോർ ഇൻകം ഒക്കെ ഉണ്ടാകും. നമ്മുടെ എക്കോണമിയുടെ മെയിൻ ലക്ഷ്യം ഗ്രോത്താണ്. ഗ്രോത്ത് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം എംപ്ലോയ്മെൻറ്റ്, മാക്സിമം ഇൻകം. ഈ 3 മാക്സിമമാണ് കെയ്ൻസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു എക്കോണമിയിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വേണം, എന്ന് പറഞ്ഞാൽ ഉള്ള റിസോഴ്സസിനെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം, അതുപോലെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, കംപ്ലീറ്റ് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു എക്കോണമിയുടെ ഏറ്റവും വലിയ സോൾ ഈ 3 കാര്യങ്ങളാണ്. ഒരു എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് മോർ എംപ്ലോയ്മെൻറ്റ്, മോർ ഇൻകം, മോർ ഔട്ട്പുട്ട്. ഈ കെയ്നീഷ്യൻ തിയറിയിലെല്ലാം തന്നെ ഈ 3 കാര്യത്തിനാണ് ഊന്നൽ കൊടുത്തേക്കുന്നത്, ഓർത്തിരുന്നോണം. അപ്പോൾ ഞാൻ പറഞ്ഞു അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്, അഗ്രിഗേറ്റ് സപ്ലൈ എന്താണ്. സെയ്സ് ലോയുടെ ഒരു ഡെവലപ്ഡ് ഫോം അല്ലെ റിഫൈൻഡ് ഫോമാണ് ഈ ഇൻകം അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് AD ആൻഡ് AS ഫംഗ്ഷൻ അല്ലെ എഫക്റ്റീവ് ഡിമാൻഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി നമ്മൾ പറയാം, അപ്പോൾ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്: ടോട്ടൽ ഇൻകം, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ മോർ ഇൻകം ഓർ എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ത്രൂ AS ആൻഡ് AD. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ADF എന്താണ്. ADF അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ് എന്ന് പറയും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഓർ അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ്. വാട്ട് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റവന്യൂ ഫ്രം ദ സെയിൽസ് ഓഫ് ഔട്ട്പുട്ട് അറ്റ് ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് നമ്മൾ പലതരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ലാൻഡ് വേണം, ക്യാപിറ്റൽ വേണം, ലേബർ വേണം, ഇങ്ങനെ പല എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഒരു പ്രൊഡ്യൂസർ അല്ലെ എൻ്റർപ്രനർ പരമാവധി എക്സ്പെക്റ്റ് ചെയ്യുന്ന റവന്യൂ, ആ റവന്യൂവിനെയാണ് എന്ത് പറയുന്നത്? ADF. ഞാനവിടെ എഴുതിയിട്ടുണ്ട് റവന്യൂ, അതായത് ഡിറൈവ്ഡ് റവന്യൂ ഫ്രം ദ സെയിൽസ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്തു. മുമ്പേ പറഞ്ഞല്ലോ കുറേ സാധനങ്ങൾ ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും ഗവൺമെൻറ്റിനും നെറ്റ് എക്സ്പോർട്ടും ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമ്മൾ വിൽക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സെയിൽസ് പ്രൊസീഡ് എന്ന് പറയും, സെയിൽസ് പ്രൊസീഡ്സ് അല്ലേ റെസിപ്റ്റ് എന്ന് പറയും, അല്ലേ റവന്യൂ. അപ്പോൾ ADF is nothing but revenue. That is the expected revenue from the sales of output at various levels of employment. That is ADF അല്ലെങ്കിൽ ADP അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് പറയാം പിന്നെ ഒരു കാര്യം കൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് ADF കർവ്. എ കർവ് ഷോസ് ADF കർവ് ഷോസ് or it is an upward sloping curve. That means more employment can be created through ADF. ADF ഉണ്ടായാൽ അതുവഴി കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ഒരു എക്കോണമിയിൽ. എംപ്ലോയ്മെൻറ്റ് തന്നെയല്ല, ഇൻകം ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ADF വഴി എംപ്ലോയ്മെൻറ്റും ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ADFൻ്റെ കർവ് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓർത്തിരുന്നോണം, ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ ASF ആണ്, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിന് ASP എന്ന് വിളിക്കും, അഗ്രിഗേറ്റ് സപ്ലൈ പ്രൈസ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ എംപ്ലോയിങ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതിനെയൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർക്കൊക്കെ റിവാർഡ് കൊടുക്കണ്ടേ? അതായത് ലാൻഡ് ആണെങ്കിൽ റെൻറ്റ് കൊടുക്കണം, വേജ് ആണെങ്കിൽ ലേബർ ആണെങ്കിൽ വേജ് കൊടുക്കണം, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇനി ഓർഗനൈസർക്കാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് എന്ത് പറയുന്നത്? ASF അല്ലെങ്കിൽ ASP. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ്റ്റ്. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് കോസ്റ്റ് for employing different size of raw materials etc. അപ്പോൾ പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ASF. അതിനെയാണ് നമ്മൾ ASF. രണ്ടും കണ്ടല്ലോ, ADF അല്ലെങ്കിൽ ADP പറഞ്ഞു, അത് റവന്യൂ ആണ്. ASF എന്ന് പറയുന്നത് കോസ്റ്റാണ്, പ്രൊഡക്ഷൻ കോസ്റ്റാണ്. ഇനി ഇയാൾ പറയുന്നത്, അതായത് എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓർ ഇൻകം ഈസ് ഡിറ്റർമിൻഡ് ഓൺലി അറ്റ് ദ ലെവൽ ഓഫ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ
ബിറ്റ്വീൻ ADF ആൻഡ് ASF. അതായത് വെൻ ADF അല്ലെങ്കിൽ ADP that is equal to ASF that is ASP, then employment and income is determined. That level of equilibrium is called effective demand. ഓർത്തോണം. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ വാട്ട് ഈസ് എഫക്റ്റീവ് ഡിമാൻഡ്? എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എ മാക്രോ ഇക്വിലിബ്രിയം introduced by Keynes when ADF is equal to ASF. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ അല്ലേ അഗ്രിഗേറ്റ് സപ്ലൈ പ്രൈസ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസും അഗ്രിഗേറ്റ് സപ്ലൈ പ്രൈസും ഇക്വിലിബ്രിയത്തിലാകുക. ADP ഈസ് ഈക്വൽ ടു ASP അല്ലെങ്കിൽ ADF ഈസ് ഈക്വൽ ടു ASF. സോ ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ടുഗദർ കോൾഡ് എഫക്റ്റീവ് ഡിമാൻഡ്. ഓർത്തിരുന്നോണം, ഒരു പുതിയ നമ്മുടെ മാർഷൽ പറഞ്ഞ സപ്ലൈ ഡിമാൻഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞില്ലേ, ആ ഇക്വിലിബ്രിയം തന്നെയാണിത്. ഇപ്പം ഇത് ജനറൽ ലെവലിലാണ്, അതായത് ഒരു മാക്രോ ഇക്വിലിബ്രിയമാണ്. മാക്രോ ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡും വരും, അഗ്രിഗേറ്റ് സപ്ലൈയും വരും. സോ വെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഓർ അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ പ്രൈസ് ഓർ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ കോൾഡ് എഫക്റ്റീവ് ഡിമാൻഡ്. ക്ലിയർ ആയല്ലോ? അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ. അത് കഴിഞ്ഞിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലേ അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ്, അഗ്രിഗേറ്റ് സപ്ലൈ പ്രൈസ്. ഇനി അത് രണ്ടും കൂടി ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമ്മൾ അവനെ എന്ത് വിളിച്ചു? എഫക്റ്റീവ് ഡിമാൻഡ് എന്ന്. ദിസ് എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഗ്രോയിങ് എക്കോണമി. ഒരു എക്കോണമി ഗ്രോത്ത് റേറ്റിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇക്വിലിബ്രിയം നമുക്ക് വേണം. നേരെ മറിച്ച് ഇവിടെ ഇപ്പം നമുക്ക് പറയാവുന്ന ADF is greater than ASF. That means more employment, more income, more output, etc. ASF അതായത് കോസ്റ്റിനേക്കാൾ കൂടുതൽ ADF ആണെങ്കിൽ, ഡിമാൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് റവന്യൂ ആണെങ്കിൽ, ഓക്കെ, എക്കോണമിയിൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് മോർ എംപ്ലോയ്മെൻറ്റ്, മോർ ഇൻകം, മോർ ഔട്ട്പുട്ട്, എക്സെട്ര. കണ്ടോ? അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ത്രൂ ADF ആണ്. എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഇൻ ആൻ എക്കോണമി ക്രിയേറ്റഡ് ത്രൂ ADF. ദാറ്റ് മീൻസ് മോർ ആൻഡ് മോർ ADF മീൻസ് മോർ ആൻഡ് മോർ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഡിറ്റർമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് ബൈ ആരാണ്? ADF ആണ്. അപ്പോൾ മോർ ADF മീൻസ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. നേരെ മറിച്ച് ഡെഫിസിറ്റ് ADF ലീഡ്സ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ആൻ എക്കോണമി. അപ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള എക്കോണമിയിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന അൺഎംപ്ലോയ്മെൻറ്റ് എന്തുകൊണ്ടാണ്? ADF കുറവായതുകൊണ്ടാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ കുറവാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് വേണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു MBC കൂടുതൽ വേണം. MBC കൂടുതലുണ്ടെങ്കിലേ മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ MBC എസെൻഷ്യലാണ് എക്കണോമിക് ഗ്രോത്തിൽ എന്ന് പറഞ്ഞ പോലെ ADF ഈസ് മോർ ദാൻ ASF. ദെൻ there can be seen the economic growth or development with more employment, more income, more output, etc. അപ്പോൾ ഇതാണ് വേണ്ടത്. നേരെ മറിച്ച് ASF ആണ് ഗ്രേറ്റർ എങ്കിലോ, ASF is greater than ADF എങ്കിൽ the firm stops their production. പിന്നെ അവിടെ ഔട്ട്പുട്ട് ഇല്ല. കാരണം ASF സപ്ലൈ പ്രൈസ് എപ്പോഴും മിനിമം ആയിരിക്കണം. മിനിമം സെയിൽസ് പ്രൊസീഡ്സ് എന്നാണ് പറയുന്നത്. ASFനെ നമ്മൾ പറയുന്നത് മിനിമം സെയിൽസ് പ്രൊസീഡ്സ്. അത്രേ ആകാവൂ, കൂടുതലാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡിന് ആനുപാതികമായിട്ടുള്ള സപ്ലൈ കാണാവൂ. എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് വന്നാൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് അല്ലെ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ പോകും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ നമ്മൾ കൂട്ടണം. അതാണ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് മോർ ഇൻകം എന്ന് പറയുന്നത്. അത് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. OX ആക്സിസിൻ്റെ അകത്തിൽ എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, ഇത് എംപ്ലോയ്മെൻറ്റ് മാത്രം എഴുതിയാലും മതി. ഔട്ട്പുട്ട് OY ആക്സിസിൻ്റെ അകത്തിൽ ADPയും ഉണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസും അഗ്രിഗേറ്റ് സപ്ലൈ പ്രൈസും ഉണ്ട്. നമ്മൾ ലൈക്ക് ADF കർവ്, ASF ഈസ് ഓൾസോ ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ബിക്കോസ് മോർ എംപ്ലോയ്മെൻറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ASF. ഒരു എക്കോണമിയിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് വേണമെങ്കിൽ ADF വേണം, അതുപോലെ ASF വേണം. അതുകൊണ്ട് തന്നെ മോർ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ബോത്ത് ADF ആൻഡ് ASF കർവ് ആർ അപ്വേർഡ് സ്ലോപ്പിംഗ്. അത് ഓർത്തിരുന്നോണം. നമ്മൾ ഇതാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ASF കർവ് ആദ്യം വരയ്ക്കുക. ഇതാണ്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വരച്ചേക്കണം. ഇത് ASF എന്ന് പറയും, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനെ കാണിക്കുന്നു. ഇനി അവിടുന്ന് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ വരയ്ക്കുന്നു. കണ്ടോ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ.
അല്ലെ എ ഡി എന്ന് മതി, മറ്റേ എ എസും ഇത് എ ഡിയും, അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ അപ്വേർഡിലേക്ക് എ എസ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് മോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് എക്സെട്ര. അതുപോലെ തന്നെ എ ഡി എഫ് കർവും മേളോട്ടാണ് പോകുന്നത്, മേളിൽ വന്നിട്ട് ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് താഴത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ, മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഈസ് ആസ് എ റിസൾട്ട് ഓഫ് എ ഡി എഫ്. ഇപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം നിങ്ങൾക്ക് കിട്ടി, ഇതാ കണ്ടില്ലേ, ഈ ഇക്വിലിബ്രിയത്തെ നമുക്ക് ഇ എന്ന് വിളിക്കാം. ആ ഇക്വിലിബ്രിയം താഴോട്ടെടുക്കുക, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഓർ ഔട്ട്പുട്ട് ഈസ് ഒ എൻ, കണ്ടോ. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒ എൻ ആണ് അറ്റ് ദ ഇക്വിലിബ്രിയം ലെവൽ ഇ. അപ്പോൾ ആ ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിൽ, ആ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, എഫക്റ്റീവ് ഡിമാൻഡ്. ഓർമ്മയുണ്ടല്ലോ, എഫക്റ്റീവ് ഡിമാൻഡ്, അതായത് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ എ ഡി ആൻഡ് എ എസ് ദാറ്റ് ക്രിയേറ്റ്സ് മാക്സിമം എംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് ഒ എൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. എന്തോ ഇക്വിലിബ്രിയമാണ്, എഫക്റ്റീവ് ഡിമാൻഡ് ഇക്വിലിബ്രിയം, അല്ലെ അഗ്രിഗേറ്റ് എഫക്റ്റീവ് ഡിമാൻഡ്, പല പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് ഇക്വിലിബ്രിയമാണ് ഇ എന്ന് പറയുന്നത്, വേർ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒ എൻ ഇൻ ദ എക്കോണമി. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് ആൻ ഇക്വിലിബ്രിയം ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. പക്ഷേ കെയ്ൻസ് പറയുന്നു ഇവിടെ ഇതൊരു ഫുൾ എംപ്ലോയ്മെൻ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ കഴിഞ്ഞിട്ട് ബാലൻസ് കിടപ്പുണ്ട്, ദർ ആർ ഓൾസോ അൺഎംപ്ലോയിഡ് ഫാക്ടേഴ്സ്. നമുക്ക് വീണ്ടും നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയിഡ് ഫാക്ടേഴ്സ് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് അല്ല. അക്കോർഡിംഗ് ടു കെയ്ൻസ് ഇറ്റ് ഈസ് കോൾഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണിത്. ഫുൾ എംപ്ലോയ്മെൻറ്റ് വന്നിട്ടില്ല, കാരണം എന്താണ്ട് ഈ എൻ കഴിഞ്ഞ് അങ്ങോട്ട് കിടപ്പുണ്ട്. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷനൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്, അതിനെ ഫുള്ളി എംപ്ലോയ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഒരു സിറ്റുവേഷൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ്, അതാണ് എഫക്റ്റീവ് ഡിമാൻഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് മോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് സ്റ്റിൽ അൺഎംപ്ലോയിഡ്. കാരണം ധാരാളം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ് അൺഎംപ്ലോയിഡ് ആയിട്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള റിസോഴ്സിനെ നമുക്ക് വീണ്ടും വേണം ഫോർ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം എംപ്ലോയ്മെൻറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യണം. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? അയാൾ പറയുന്നു, കെയ്ൻസ് പറയുന്നു, ഇറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓർ ബൈ റേസിംഗ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ദാ നോക്കൂ, ഇവിടുന്ന് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഒന്നുകൂടെ നമ്മൾ വരച്ചു. ആ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഞാനൊരു ഡോട്ട് ഇട്ടാണ് വരയ്ക്കുന്നത്, കണ്ടോ, ഇങ്ങനെ വരച്ചു. അപ്പോൾ എ ഡി വൺ എന്ന് ഞാൻ വിളിച്ചു. പുതിയ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ വണ്ണുമാണ്, ഈ വൺ. ആ സമയത്ത് കണ്ട് താഴോട്ട് നോക്കി, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസസ് ടു N1, കണ്ടോ. അപ്പോൾ ഇയാൾ പറയുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള റിസോഴ്സ് ധാരാളം കിടപ്പുണ്ട്, അതിനെ കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം കുറേയെങ്കിലും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, മോർ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ബൈ റേസിംഗ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. മുമ്പിലത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ റേസ് ചെയ്താൽ മതി. അങ്ങനെ ആ റേസ് ചെയ്ത ഡോട്ടഡ് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് AD1. ശരിയാണ്, ആ AD1 പോയി ASനെ ടച്ച് ചെയ്തു, ടാൻജൻറ്റ് ചെയ്തു. ആ ടാൻജൻറ്റ് ചെയ്തെടുത്ത ഇക്വിലിബ്രിയം E1 ആണ്. മോർ എംപ്ലോയ്മെൻറ്റ്, that is N1 employment is created. N മുതൽ N1 വരെയുള്ള എംപ്ലോയ്മെൻറ്റ് അഡീഷണലി ക്രിയേറ്റ് നമ്മൾ ചെയ്തു. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ്? മോർ എംപ്ലോയ്മെൻറ്റ് ഓർ മോർ ഇൻകം ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ റൈസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയാൽ മാത്രമേ എന്ന് പറഞ്ഞാൽ, ഇപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാം. പ്രോഫിറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ഇവിടെ നമ്മൾ കണ്ടാലറിയാമല്ലോ, AS ആണിത്, അതായത് കോസ്റ്റ് കർവാണ്. മേളത്തേത് ഏതാണ്? AD ആണ്, അതായത് റവന്യൂ കർവാണ്. കോസ്റ്റിനേക്കാൾ കൂടുതലാണ് റവന്യൂ. അപ്പം ഇത് കോസ്റ്റ് കർവ് ആണെന്ന് ഓർത്തോണം. കോസ്റ്റ് മുമ്പേ ഞാൻ എഴുതി കാണിച്ച ഇതെന്ന് പറയുന്നത് റവന്യൂ കർവുമാണ്. അപ്പോൾ അല്ലെ പ്രോഫിറ്റ് എന്ന് പറയാം, അല്ല റവന്യൂ കർവ്. അപ്പോൾ താഴെ കൂടെ പോകുന്നത് AS അല്ലെങ്കിൽ കോസ്റ്റ് കർവാണ്, മേളിൽ കൂടെ തിരിച്ചു വരുന്നത് AD ആണ്, അതായത് പ്രോഫിറ്റ് ആണ്, അല്ലെ റവന്യൂ ആണ്. അപ്പോൾ ഈ റവന്യൂവും കോസ്റ്റിനും ഇടയിലുള്ള ഈ ഭാഗത്തെ നമുക്കെന്ത് പറയാം? അതായത് റവന്യൂ മൈനസ് കോസ്റ്റ് ആണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോഫിറ്റ് ഏറിയാണ്. ഇങ്ങനെ മോർ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നത്? അഡീഷണൽ ഡിമാൻഡ് വരുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഡീഷണൽ ആയിട്ട് വരും. സോ എ റൈസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷോസ് റൈസ് ഇൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കാര്യങ്ങൾ പറയുന്നുള്ളൂ, മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് മോർ ഔട്ട്പുട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ആൻ എക്കോണമി ഓൺലി ത്രൂ റൈസിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ നിങ്ങൾ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ടോട്ടൽ ഡിമാൻഡ്, മുമ്പേ പറഞ്ഞല്ലോ ടോട്ടൽ ഡിമാൻഡ്, ഹൗസ് ഹോൾഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഫോറിൻ ഡിമാൻഡ് ഉൾപ്പെടെയുള്ള എല്ലാം നിങ്ങൾ കൂട്ടിക്കോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എക്കോണമിയിൽ ഇൻകവും കൂടും, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റും കൂടും. ഇതാ. പക്ഷേ എന്ന് വിചാരിച്ച് എപ്പോഴും അത് അങ്ങനെ വരത്തില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഇയാൾ പറയുന്ന ഒരു കാര്യം കൂടെ, അതായത് ASFിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം ADF എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എംപ്ലോയ്മെൻറ്റ് വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ AS കർവ് പെർഫെക്റ്റ്ലി
ഇന്നിലാസ്റ്റിക് ആയിട്ട് മാറും. കണ്ട, പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ എ എസ് കർവ് നേരെ കുത്തനെ അങ്ങ് പോകും. പാരലൽ ടു OY ആക്സസ് എന്ന് പറഞ്ഞാൽ ദ എക്കോണമി കനോട്ട് യൂട്ടിലൈസ് മാക്സിമം എംപ്ലോയ്മെൻറ്റ് മാക്സിമം റിസോഴ്സസ് ഓർ ഇറ്റ് കനോട്ട് ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ എ പോയിൻറ്റ് ദാറ്റ് ഈസ് E1. അപ്പോൾ E1 കഴിഞ്ഞിട്ട് വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടാം അല്ലെ എംപ്ലോയ്മെൻറ്റ് കൂട്ടാം എന്ന് ശ്രമിച്ചാൽ അവിടെ നമുക്ക് ദോഷമേ വരത്തുള്ളൂ. അവിടെ മുതൽ അങ്ങോട്ട്, അതായത് E1 കഴിഞ്ഞിട്ട് അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന എ എസ് കർവിൻ്റെ ഷേപ്പ് ഓർത്തിരുന്നോണം. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ആയിരിക്കും, നേരെ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. E1 മുതൽ മേലോട്ട് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു OY ആക്സ്. അപ്പോൾ ചുരുക്കത്തിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ രണ്ടും കൂടെ ചേരുമ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് ഒരു എക്കോണമിക്ക് വേണം. എന്നാൽ ASFനേക്കാൾ കൂടുതൽ ADF വേണം. നമ്മളവിടെ കാണിച്ചു, ADF കൂടിയാൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ആ പ്രശ്നമേ ഒഴിവാക്കാം. അപ്പോൾ എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകുന്നു? ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് AD കർവിൻ്റെ കുറവ് കൊണ്ടാണ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ക്രിയേറ്റഡ് ഒൺലി ത്രൂ AD. ഇത്രയേ ഉള്ളൂ. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇത് +2-നുണ്ട്, ഡിഗ്രിക്കുണ്ട്, PGക്കുണ്ട്, എല്ലാത്തിലുമുള്ള കോമൺ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിക്കവാറുമുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് മാക്രോ എക്കണോമിക് തിയറിയാണ്. ഈ പറയുന്ന ക്ലാസ്സുകാർക്കെല്ലാം ഉണ്ട്. തന്നെയല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, കോമ്പറ്റീഷൻ എക്സാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇതുണ്ട്. ഓർത്തിരുന്നോണം. എല്ലാം വിശദമായിട്ട് പടിപടിയായിട്ട് വളരെ ഭംഗിയായിട്ട് ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതേ ലെവലിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഭംഗിയായിട്ട് കേൾക്കുക, എഴുതിയെടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഷെയറും ചെയ്യുക. ഓക്കെ.